ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ education.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ് വരുന്നത്. ആ ഒരു വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടില്ല, പക്ഷേ അത് ഉടനെ തന്നെ നാളെ തന്നെ ആ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിലവിൽ ജനറൽ DLEDൻ്റെയും അതുപോലെ ലാംഗ്വേജ് DLEDൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം ജനറൽ DLEDൻ്റെ ഇതുപോലെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും അതുപോലെ ലാംഗ്വേജ് DLEDൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മൾ ഡെമോ വീഡിയോസൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തവണയും DLED ഓഫ്ലൈനായിട്ടാണ്, അതായത് നിങ്ങൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അതത് DD ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണം. അതായത് നിങ്ങൾ ഏത് ജില്ലയിലാണോ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ലയിലെ DD ഓഫീസിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 11-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതത് DD ഓഫീസുകളിൽ എത്തണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കോപ്പി, അതായത് SSLC +2 പിന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇതിൻ്റെ എല്ലാം കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം നിങ്ങൾ അയച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഗവൺമെൻറ് എയ്ഡഡിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ 5 രൂപയുടെ സ്കോട്ട് ഫീസ് സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്. അതേസമയം സെൽഫ് ഫിനാൻസ് കോളേജുകളിലാണെങ്കിൽ നിങ്ങൾ അതത് കോളേജുകളിലെ മാനേജറുടെ പേരിലെടുത്ത് 100 രൂപ DD ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതൊക്കെ നമ്മൾ നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ വിശദമായിട്ട് പറയാം. 25-27 വർഷത്തെ പ്രവേശന നടപടികൾ 2025 ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കണമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും, അതായത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം ഈ ഒരു ഓഗസ്റ്റ് 25-നകമായിട്ട് പൂർത്തീകരിക്കണം എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്